തുടങ്ങാമോ ടീച്ചറെ? വന്നോ? തുടങ്ങിക്കോ തുടങ്ങിക്കോ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ طيبا മുബാറകൻ ഫീഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد وعلى آله وصحبه أجمعين. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ونعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ടാണല്ലേ നമ്മളിവിടെ ഈ ഒത്തുകൂടൽ ഒന്നും കൂടെ എത്തിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ ഒത്തുകൂടലിനെ സ്വീകരിക്കട്ടെ, പരിപൂർണമായി പ്രതിഫലം നൽകി ഈ ലോകത്തും നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ ആ ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഫാത്തിഹയെ പറ്റിയൊന്നും ഒരുപാട് എനിക്ക് വിശദീകരിക്കാൻ അതിനെക്കുറിച്ച് കഴിയൂല. കാരണം നമുക്ക് ഗ്രാമർ പഠിക്കേണ്ടതുണ്ടല്ലോ, ആ പോർഷനാണ് കൂടുതൽ നമുക്ക് കവർ ചെയ്യേണ്ടത്. കാരണം അർത്ഥങ്ങളും ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ടെല്ലാം പറഞ്ഞ് നിങ്ങളെ അതൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് കൊണ്ട് എനിക്കൊന്ന് തോന്നിയതാണ്, കുറച്ച് നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പലർക്കും അറിയായിരിക്കും അല്ലെ, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ധാരാളം പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട് അല്ലെ. അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേകമായി ഇറക്കപ്പെട്ട, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എനിക്ക് തൗറാത്തിന് പകരമായി 7 ദീർഘമായ സൂറത്തുകൾ നൽകപ്പെടുകയുണ്ടായി. ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കുന്നുണ്ടോ? തൗറാത്തിന് പകരമായി 7 സൂറകൾ. അപ്പോൾ ഖുർആന് മുന്നേ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ എല്ലാവർക്കും അറിയാം അല്ലെ. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ഈ തൗറാത്തിന് പകരമായി നൽകപ്പെട്ട സൂറകൾ സൂറ ബഖറ മുതൽ സൂറത്ത് തൗബ വരെ. കേട്ടോ, എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളി. സൂറത്ത് ബഖറ മുതൽ സൂറത്ത് തൗബ വരെ. ഇതിനെ സൂറത്ത് തിവാൽ എന്നാണ്, അതിനെ വിളിക്കുന്നത് എന്താണ്? സൂറത്തു തിവാൽ. ഓക്കെ, തിവാൽ എന്നാണ്, തിവാൽ സൂറത്ത് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഈ തൗറാത്തിൽ അധികം എന്തായിരുന്നു? നിയമങ്ങളാണ്. അള്ളാഹു സംസാരിക്കുന്നത് നിയമങ്ങളെ പറ്റിയാണ്. മനസ്സിലായോ? അപ്പോ അതിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഇത്രയും പോർഷനെ, ഭാഗത്തെ എന്താക്കി? തൗറാത്തിന് പകരമാക്കി അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി കേട്ടോ. അപ്പോൾ എന്താണ് ആ ഭാഗത്ത്? സൂറത്ത് ബഖറയിലാവട്ടെ, അത് തുടർന്നുള്ള തൗബ വരെയുള്ള സൂറത്തുകളിൽ എന്തായിരുന്നു പ്രതിപാദ്യം? നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെ അനന്തരാവകാശം, ഇങ്ങനെ ഒത്തിരി നിയമവശങ്ങളാണ് അതിൽ കൈകാര്യം ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്. എന്നിട്ട് നെക്സ്റ്റ് അടുത്തത് പറഞ്ഞത്, സബൂറിന് പകരം എനിക്ക് മിഈൻ സൂറകൾ നൽകപ്പെടുകയുണ്ടായി. അപ്പൊ നേരത്തെ പറഞ്ഞ സൂറകളൊക്കെ 100-ൽ കൂടുതൽ ആയത്തുകൾ ഉള്ളതാണ്. ഇത് അടുത്തത് 100-100-നകത്ത് അതിനോടടുത്ത എണ്ണമുള്ള ആയത്തുകളുള്ള സൂറകളാണ് സബൂറിന് പകരം അവതരിപ്പിക്കപ്പെട്ടത്. അതായത് സൂറത്ത് യൂനുസ് മുതൽ സൂറത്ത് ഫാത്തിർ വരെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചേ, ഫസ്റ്റ് സൂറത്ത് ബഖറ മുതൽ സൂറത്ത് തൗബ വരെ, നെക്സ്റ്റ് സൂറത്ത് യൂനുസ് മുതൽ സൂറത്ത് ഫാത്തിർ വരെ. ഓക്കെ, അപ്പൊ അതിനെ മിഈൻ സൂറകൾ എന്നാണ് അറിയപ്പെടുന്നത്. മിഈൻ 100 എന്ന് പറയും അല്ലെ. മിഈൻ സൂറകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിലെന്താണ്? സബൂർ ആർക്കാണ് അവതരിപ്പിക്കപ്പെട്ടത്? നിങ്ങൾക്ക് അറിയാം. സബൂർ ആർക്കാണ്? ഏത് നബിക്കാ? ആരെങ്കിലും മ്യൂട്ട് മാറ്റി പറഞ്ഞോളി. സബൂർ തൗറാത്ത് ആർക്കാ അവതരിച്ചത്? തൗറാത്ത്
ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഓക്കെ. അപ്പൊ സബൂറോ? തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സബൂർ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ സബൂറിന് പകരമായിട്ട് സൂറത്ത് യൂനുസ് മുതൽ സൂറത്ത് ഫാത്തിർ വരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഒരു പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ എടുത്തു പറയുന്നത്. അപ്പൊ അതിലെന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയുള്ള എന്താണ് വാഴ്ത്തലുകളും പുകഴ്ത്തലും എന്ന് വെച്ചാൽ ഈ സബൂറിൽ എന്താണ് അള്ളാഹിനെ പറ്റിയുള്ള പരിശുദ്ധിയെ വാഴ്ത്തലും സങ്കീർത്തനങ്ങളാണ്. അതിനെ മലയാളത്തിൽ സങ്കീർത്തന പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത്, ദാവൂദ് നബിക്ക് അവതരിക്കപ്പെട്ട സബൂർ. അപ്പോ അതുപോലെ ആ പരിശുദ്ധിയും എന്താണ് അള്ളാഹുവിന്റെ സ്തുതികീർത്തനമൊക്കെ വാഴ്ത്തുന്ന കുറേ എന്താണ് സൂറകളാണ് ഈ പറഞ്ഞ ഭാഗങ്ങൾ. അൽഹംദുലില്ലാഹ്. നെക്സ്റ്റ് സൂറത്ത് യാസീൻ മുതൽ സൂറത്ത് ഹുജറാത്ത് വരെ മസാനി സൂറകൾ. എന്താ അറിയപ്പെടുന്നത്? മസാനി സൂറകൾ. ഏതിന് പകരം? ഇഞ്ചീലിന് പകരം ഏതാ അവതരിക്കപ്പെട്ടത്? സൂറത്ത് യാസീൻ മുതൽ സൂറത്ത് ഹുജറാത്ത് വരെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇഞ്ചീലിന് പകരം ഇത്രയും സൂറകൾ, യാസീൻ മുതൽ സൂറത്ത് ഹുജറാത്ത് വരെ. അതിനറിയപ്പെടുന്ന പേരാണ് മസാനി സൂറകൾ. അടുത്ത ഭാഗം എന്താണ്? മുഫസ്സലായ സൂറത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രത്യേകമായി വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എനിക്ക് വ്യത്യസ്തമായി അവതരിപ്പിക്കപ്പെട്ട സൂറകളാണ് സൂറത്ത് ഖാഫ് മുതൽ സൂറത്ത് നാസ് വരെ. കണ്ടോ? സൂറത്ത് ഖാഫ് മുതൽ സൂറത്ത് നാസ് വരെ. അതിനെ മുഫസ്സലായ സൂറത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, മുഫസ്സലായ സൂറത്തുകൾ. ഇത്രയും പറഞ്ഞത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ള സ്ഥാനം കേട്ടോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തൗറാത്തിലാകട്ടെ, സബൂറിലാകട്ടെ, ഇഞ്ചീലിലാകട്ടെ, ഫുർഖാനിലാവട്ടെ ഇതുപോലെ ഒന്ന് അവതരിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. അത് ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ സൂറത്ത് ഫാത്തിഹ. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് സൂറത്ത് ഫാത്തിഹ. അത് 7 ആവർത്തിത വചനങ്ങളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആസ്വദിക്കുന്ന ദുനിയാവിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മടുപ്പുണ്ടാകും. ആണോ? ഒരു പാട്ടാവട്ടെ, വേറെ എന്തോ ആകട്ടെ, എന്ത് സുഖരസങ്ങൾക്കും അല്ലെ ഒരു മടുപ്പ്, ഒരു വിരക്തി, ഒരു മടുപ്പുളവാകും. പക്ഷേ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് എന്നെങ്കിലും ഫാത്തിഹ ഓതിയിട്ട് ഇന്ന് എനിക്ക് ഓതണ്ട, ഇന്ന് നമസ്കാരത്തിൽ ഫാത്തിഹ ഓതണ്ട എന്ന് നമുക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? മറുപടി ഇല്ലേ കുട്ടികളെ? ഇല്ല. നമുക്ക് ഒരിക്കലും മടുക്കാത്തൊരു കാര്യമാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ വാക്കുകൾക്ക് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് സൂറത്ത് ഫാത്തിഹയ്ക്ക് കൊടുത്തിരിക്കുന്ന പേരുകൾ തന്നെ കാരണം അത് ഉമ്മുൽ ഖുർആൻ ഓതിയിട്ടില്ലാത്ത വല്ല നമസ്കാരവും ആരെങ്കിലും നമസ്കരിച്ചാൽ അത് അപൂർണമാണ്, അത് അപൂർണമാണ്, അത് അപൂർണമാണ് എന്ന് 3 പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹത്തുൽ കിതാബ് ഓതാത്തവന് നമസ്കാരമില്ല എന്ന് മറ്റൊരു നബിവചനം. മാഷാഅല്ലാഹ് സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഫാത്തിഹയുടെ പ്രത്യേകത അല്ലെ? സുബ്ഹാനല്ലാഹ്. അത് ഒരിക്കലും അല്ലെ, നമുക്ക് ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമായത് കൊണ്ട് തന്നെ അതിനെന്തൊക്കെയാണ് പ്രത്യേകതകൾ അല്ലെ? നമുക്കൊരു അസുഖം വന്നാല്, എന്തെങ്കിലും ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുകൾ വന്നാല് ഫാത്തിഹ കൊണ്ടല്ലേ റുഖിയ ചെയ്യാനാണ്, മന്ത്രിക്കാനാണ് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. വിശുദ്ധ ഖുർആനിൽ ആദ്യം വായിക്കപ്പെടുന്നതും മുസ്ഹഫുകളിൽ ഒന്നാമതായി എഴുതപ്പെടുന്നതുമായ സൂറത്താണ് ആ അധ്യായം എന്നുള്ള നിലയ്ക്ക് അതിനെ സൂറത്തുൽ ഫാത്തിഹ എന്നും പ്രാരംഭം എന്നും ഫാത്തിഹത്തുൽ കിതാബ് എന്നും വേദഗ്രന്ഥത്തിന്റെ പ്രാരംഭം എന്നും പേര് പറയപ്പെടുന്നു അല്ലെ? അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ പേരുകൾ, ഒത്തിരി പേരുകളുണ്ട്. ആ പേരുകൾ എന്താ സൂചിപ്പിക്കുന്നത്? ഇപ്പൊ നമ്മളെ മക്കളിരിക്കുന്നു, ഒരു കുട്ടീനെ ഞാനൊരു പേര് വിളിക്കുന്നു, എന്റെ ഭർത്താവ് ഒരു പേര് വിളിക്കുന്നു, പുറത്തു വന്നവർ വേറൊരു പേര് വിളിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഇളയത് മൂത്ത സഹോദരങ്ങളൊക്കെ ഓരോ പേര് അതിനെ വിളിക്കുന്നു എങ്കിൽ അപ്പൊ നമ്മൾ വിചാരിക്കില്ല ഈ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഇത്രയ്ക്ക് പേരുകൾ മാറി മാറി ഓരോരുത്തരും ഓരോ പേരിൽ വിളിക്കണമെങ്കിൽ അതിന് ധാരാളം പേരുകൾ ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ എന്തോ ഒരു പ്രത്യേകത അല്ലേ? അതുപോലെയാണ് സൂറത്തുൽ ഫാത്തിഹ. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. ഖുർആന്റെ മൂലകേന്ദ്രം, ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്നും പേരുണ്ട്. എന്താണ് ഉമ്മ?
ആർക്ക് പറയാം? നമ്മൾ ഉമ്മാന്ന് വിളിക്കും അല്ലെ, നമ്മുടെ ഉമ്മാമാരെ അല്ലെ, മാതാക്കൾ നമ്മൾ ഉമ്മാന്ന് വിളിക്കും. എന്താ ഉമ്മിന്റെ അർത്ഥം അറിയോ? ആർക്കെങ്കിലും പറയാവോ? തെറ്റിയാലും സാരല്ലോ. ആ, മാതാവ്. മാതാവ് അല്ലെ. ആ, മാതാവ്. പിന്നെ എന്തൊക്കെ അർത്ഥം ഉണ്ടെന്ന് അറിയോ? കേട്ടിട്ടുണ്ടോ? അറിയുമായിരിക്കും പലർക്കും. ഉമ്മ എന്ന അർത്ഥത്തിന്, എന്ന പദത്തിന് ഉത്ഭവസ്ഥാനം, കേന്ദ്രം, പ്രധാന ഭാഗം, സങ്കേതം, മാതാവ്, മർമ്മം. നോക്കിയേ, നമ്മൾ ഉമ്മാന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താ അല്ലെ? നമ്മുടെ എല്ലാത്തിന്റെ കേന്ദ്രമാണ് അല്ലെ. നമ്മള് എന്തുണ്ടെങ്കിലും അല്ലെ, നമ്മൾ ഓടി വന്ന് ഉമ്മാന്ന് വിളിച്ചിട്ടായിരിക്കും നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങി എവിടെയെങ്കിലും പോയിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ നമ്മൾ എന്താ വിളിച്ചോണ്ട് പോകുന്നത് അല്ലെ? നമ്മൾ ആദ്യം ഉമ്മാന്ന് വിളിച്ചോണ്ടാണ് പോകുന്നത് അല്ലെ? എന്തുകൊണ്ടാണ്? ഉമ്മായോട് വിശേഷം പറയാനും, ഉമ്മാട് കാര്യങ്ങൾ പറയാനും, ഉമ്മായോട് വിശേഷങ്ങൾ പറയാനും, സന്തോഷങ്ങൾ പങ്കിടാനും അല്ലെ? നമുക്ക് എല്ലാത്തിന്റെയും കേന്ദ്രമാണല്ലേ, പ്രധാന ഭാഗമാണ്, എല്ലാത്തിന്റെയും സങ്കേതമാണല്ലേ ഉമ്മ എന്ന് പറയുന്നത് അല്ലെ? ചുമ്മാ അല്ല ഉമ്മ അല്ലെ, ആ ഒരു വാക്ക്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോ ഖുർആന്റെ മൂല കേന്ദ്രം, ഖുർആന്റെ കേന്ദ്രമാണ് ഫാത്തിഹ. കാരണം എന്താ? ഖുർആന്റെ പ്രധാന വിഷയങ്ങളൊക്കെ ഷോർട്ടായിട്ട് കേന്ദ്രീകരിക്കുന്നത് എവിടെയാണ്? ഫാത്തിഹയിലാണ് അല്ലെ, സൂറത്ത് ഫാത്തിഹയിലാണ്. കാരണം അന്ന് ഞാൻ വേഗം വളരെ സ്പീഡിലാണ് ഓരോന്ന് പറഞ്ഞു പോയത്. നിങ്ങൾക്ക് പലർക്കും അത് കിട്ടിക്കാണൂല എന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഓരോന്ന് മെല്ലെ മെല്ലെ നിർത്തി നിർത്തി പറയുന്നത്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ അത്രയും അർത്ഥം അറിഞ്ഞുകൊണ്ട് അല്ലെ, ആ ഗൗരവത്തോടെ ഓതാൻ നമുക്ക് കഴിയണം. ഏത് കാര്യവും നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അതിനോടൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ അല്ലെ, ഏത് കാര്യവും അല്ലെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയും തോറും നമുക്ക് എന്താണ്, അതിനോടുള്ള ഇഷ്ടം കൂടും. അതുവഴി എന്താണ്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നമ്മൾ കരസ്ഥമാക്കുന്നത് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആൻ ഉണ്ടല്ലോ, അത് എത്രമാത്രം ശബ്ദ സൗന്ദര്യത്തോടുകൂടി നമ്മൾ ഓതുന്നുവോ, അത് ശ്രദ്ധിക്കുന്നത് പോലെ വേറെ ഒന്നും അള്ളാഹു ശ്രദ്ധിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ഖുർആൻ. അത്ര സൗന്ദര്യത്തോടുകൂടി നമ്മൾ തർത്തീലോടുകൂടി പാരായണം ചെയ്യുമ്പോൾ, വറത്തിൽ ഖുർആന തർത്തീല അല്ലെ, തർത്തീലോടുകൂടി നിർത്തി നിർത്തി അർത്ഥം അറിഞ്ഞ് അതിന്റെ ആശയം ഉൾക്കൊണ്ട് നമ്മൾ മനോഹരമായിട്ട് ഓതുമ്പോ അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ ശ്രദ്ധിക്കുന്നത് പോലെ. ഇപ്പൊ അർത്ഥം അറിഞ്ഞൂടായെങ്കിലും ചില നല്ല പാരായണം അല്ലെ, നല്ല സ്വീറ്റ് ആയിട്ട് നല്ല ഈണത്തിലും നല്ല സ്വരമാധുര്യത്തോടെയും ഓതും അല്ലെ. ഖുർആൻ അസ്വാത്തക്കും, നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആൻ അലങ്കരിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പലരും നല്ല ഭംഗിയായിട്ട് സൗന്ദര്യത്തോടെ ഓതും അല്ലെ, ശബ്ദ സൗന്ദര്യത്തോടു കൂടി. അത് കേൾക്കുന്നത് പോലെ, അത് ശ്രദ്ധിക്കുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു തആല വേറൊരു വർത്തമാനം, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അള്ളാഹുവിന്റെ കലാമിനെ. അത്രയ്ക്കും എന്താണ്, ആ റെസ്പെക്റ്റോടു കൂടി അല്ലെ, ആ ഭംഗിയോടെ പാരായണം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ പ്രാധാന്യം അള്ളാഹു കൊടുക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. വേറൊരു ഹദീസില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പള്ളിയിലേക്ക് കടന്നു ചെന്നപ്പോ കുറച്ച് സഹാബാക്കൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവരോട് പറയപ്പെട്ടു, നിങ്ങൾക്ക് ഒരു താഴ്വരയുടെ പേര് പറഞ്ഞിട്ട്, മദീനയിലെ ഒരു താഴ്വര അത് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഒട്ടകം, ഒരു ചുവന്ന തൊടുത്ത നല്ല ഒരു ഒട്ടകം, അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ ഒട്ടകം, അല്ലെങ്കിൽ ഒരു ഒട്ടകം കിട്ടുന്നതിനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ന് നമ്മളിവിടെ ബെൻസും ഔഡിയൊക്കെ വാങ്ങുന്ന അതേ പ്രതീതിയാണ് അല്ലെ. ഒട്ടകത്തിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പൊ എന്തെന്ന്, വളരെ ദരിദ്രരായ സഹാബാക്കളോട് പറയാണ് അല്ലെ, അവർക്ക് പട്ടിണിയാണ്, ദാരിദ്ര്യമാണ് അല്ലെ. അങ്ങനെയുള്ള സഹാബാക്കളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളത് അങ്ങനെ ഒന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നിങ്ങൾ ഖുർആനിലെ ഒരായത്ത് നിങ്ങൾ ഓതി പഠിക്കുവിൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ചിട്ട് നിങ്ങൾ ഒരായത്ത് ഓതി പഠിച്ചാൽ അതിനനുസരിച്ച് ഓരോ ഒട്ടകങ്ങളെ എണ്ണമാണ് നബി. ഒന്ന് പഠിച്ചാൽ ഒന്ന്, ഒരായത്ത് പഠിക്കുകയാണെങ്കിൽ രണ്ടായത്ത് പഠിച്ചാൽ രണ്ടൊട്ടകം, അങ്ങനെ അങ്ങനെ എണ്ണങ്ങൾ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലെ. എത്ര വലിയ ഗിഫ്റ്റാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമുക്ക് എന്താണ് ഓരോന്നും ഓഫർ ചെയ്യുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഞാൻ ആ പഠനത്തിന്റെ ആ ഗാംഭീര്യം പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ നമ്മുടെ സൂറത്ത് ഫാത്തിഹയുടെ പേരുകളിലൂടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്. ഇനിയുമുണ്ട് പേരുകൾ അല്ലെ. അപ്പോൾ ഫസ്റ്റ് ഉമ്മുൽ ഖുർആൻ,
ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ കിതാബ്. ഓക്കെ, 3 പേരായി. പിന്നെ അടുത്തത് എന്താണ്? ഖുർആന്റെ പ്രധാന മൗലിക വിജ്ഞാനങ്ങളുടെ, ഖുർആനിക വിജ്ഞാനങ്ങളുടെ മൗലിക വശങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന നിലയ്ക്ക് അസാസുൽ ഖുർആൻ, ഖുർആന്റെ അസ്ഥിവാരം എന്നും, മനസ്സിരുത്തി പഠിക്കുകയും വിശദ വിവരങ്ങൾ അത് തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്യുന്നവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഈ സൂറത്തിന് അൽ കാഫിയ, മതിയായതെന്നും പേരുണ്ട്. അപ്പോ എന്തൊക്കെ പേരായി? ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ കിതാബ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? എഴുതിയെടുക്കുന്നുണ്ടോ? പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയി. ഓക്കെ. പിന്നെന്താണ്? അസാസുൽ ഖുർആൻ, ഖുർആനിക വിജ്ഞാനങ്ങളുടെ മൗലിക വശങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട്, കേട്ടോ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് അസാസുൽ ഖുർആൻ, ഖുർആന്റെ അസ്ഥിവാരം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? നമുക്ക് ഒരുപാട് വിഷയങ്ങളുടെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നും കിട്ടും. ഈ ഒരു സൂറയിലൂടെ തന്നെ നമുക്ക് ആവശ്യത്തിൽ ഉള്ള വിശദ വിവരങ്ങളൊക്കെ അന്വേഷണം നടത്തുന്നവർക്ക്, തുടർന്ന് അന്വേഷണം നടത്തുന്നവർക്ക് ഇത് മതിയാകുന്നതാണ് ഈ സൂറ. അതുകൊണ്ട് സൂറത്തുൽ അൽ കാഫിയ എന്നതിന് പറയുന്നു. പിന്നെ വിജ്ഞാനങ്ങളുടെ മൂല്യങ്ങളുടെ നിക്ഷേപം, വിജ്ഞാന മൂല്യങ്ങളുടെ നിക്ഷേപം എന്ന ഉദ്ദേശത്തിൽ കൻസ്, അൽ കൻസ്, നിക്ഷേപം. നമ്മളല്ലേ കൻസുൽ ജന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞേ നിക്ഷേപം അല്ലെ, സ്വർഗത്തിലെ നിധി അല്ലെ. അതുപോലെ ഇവിടെ നിക്ഷേപം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അൽ കൻസ്. ഓക്കെ, ഇത്രയും പേരുകൾ ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടോ? ബോറടിക്കുന്നോ പറഞ്ഞത്? ഇല്ല, അൽഹംദുലില്ലാ. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റു പേരുകൾ എന്താണ്? അതായത് നമസ്കാരത്തിൽ ഇത് പ്രധാനമാണ് അല്ലെ. നമസ്കാരത്തിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇത് പ്രാർത്ഥന സൂറത്ത് ആയതുകൊണ്ട് സൂറത്തു സ്വലാത്ത്. എന്താ പേര്? സൂറത്തു സ്വലാത്ത്. നമസ്കാരം, സ്വലാത്ത് എന്നുള്ള ഇതാണ് നമസ്കാരത്തിന്റെ അധ്യായം എന്നും. ഇതിൽ പ്രാർത്ഥനാ ഭാഗം വരുന്നുണ്ട് അല്ലെ. യഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മൾ വഴിയെ പഠിക്കും അല്ലെ. അത് വരുന്നത് കൊണ്ട് പ്രാർത്ഥനയുടെ അധ്യായം സൂറത്തു ദുആ എന്നും. എന്താണ് പേര്? സൂറത്തു ദുആ എന്നും. പിന്നെന്താണ്? അള്ളാഹുവിനെ സ്തുതിക്കുന്നു അല്ലെ. ഫസ്റ്റ് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലെ ആയത്ത് വരുന്നത്. അള്ളാഹുവിനെ സ്തുതി കീർത്തനം നടത്തുന്ന അധ്യായം എന്ന നിലയ്ക്ക് സൂറത്തുൽ ഹംദ്. അപ്പൊ എത്ര പേരായി? സൂറത്തുൽ ഹംദ്, സൂറത്തു സ്വലാത്ത്, സൂറത്തു ദുആ അല്ലെ. നിങ്ങളെല്ലാം എണ്ണം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് പറയട്ടെ? തീർച്ചയായും ആവർത്തിത വചനങ്ങളിൽപ്പെട്ട 7 എണ്ണവും മഹത്തായ ഖുർആനും നാം നിനക്ക് നൽകിയിട്ടുണ്ടെന്ന് സൂറത്ത് ഹിജ്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കണ 7 ആവർത്തിത വചനങ്ങൾ, അസ്സബഉൽ മസാനി. അപ്പൊ എന്താ പേര്? 7 ആവർത്തിത വചനങ്ങൾ അല്ലെ. നമ്മൾ ആവർത്തിച്ച് ഓതുകയല്ലേ നമസ്കാരങ്ങളിലല്ലേ. അതുകൊണ്ട് 7 ആവർത്തിത വചനങ്ങൾ എന്നും ഖുർആനിൽ ഇതിന് പേര് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. ഉണ്ടോ? അപ്പൊ എത്രമാത്രം പേരുകളാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. ഒരു സൂറ പഠിക്കുമ്പോ നമുക്കതിന്റെ അർത്ഥവും ആശയവും ഒക്കെ വേണം. ഒപ്പം ആ പേരുകളുടെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് കൂടുതൽ അതിനോട് ഇഷ്ടം ഉണ്ടാവും അല്ലെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത്രയും വിവരങ്ങൾ പലർക്കും അറിയുമായിരിക്കും. എന്നാലും ഞാനതൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മൾ ഓരോ വിശദീകരണങ്ങൾ കടന്നു പോകുമ്പോൾ പിന്നെ അത്രയ്ക്കും ക്ലാസ്സിൽ ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതൊന്ന് ഇങ്ങനെ മനസ്സിലാക്കി പോകുന്നത്. അൽഹംദുലില്ലാ. എല്ലാവർക്കും ക്ലിയർ ആണോ പറഞ്ഞത്? അൽഹംദുലില്ലാ, ക്ലിയർ ആണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. ഇനി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മൾ എപ്പോഴും ഞാൻ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യമായിരുന്നു, നമ്മളെപ്പോഴും ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ എന്തായാലും ഒരു ഇൽമിന്റെ സദസ്സിലേക്കാണ് അല്ലെ. കഴിവതും നമ്മൾ ഖുർആൻ ഓതുമ്പോഴൊക്കെ വുളു ചെയ്തുകൊണ്ട് തന്നെ അല്ലെ നമ്മൾ എപ്പോഴും പ്രവേശിക്കാറുണ്ട്. അപ്പൊ അല്ലാതെ തന്നെയാണെങ്കിൽ നമ്മൾ വുളുവോടുകൂടി വന്നിരിക്കുമ്പോൾ അൽഹംദുലില്ലാ അതൊരു പ്രത്യേകതയാണ് അല്ലെ. വുളുവെടുത്ത് മനസാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിന് വേണ്ടിയിട്ട് നിയ്യത്ത് അല്ലെ, നമ്മുടെ നിയ്യത്ത് പുതുക്കി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പ്രത്യേകമായി നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിത് കണക്ട് ചെയ്യണം അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും ആരംഭിക്കണം, പ്രത്യേകിച്ച് ഇൽമിന്റെ സദസ്സ്. ഓക്കെ, അള്ളാഹുവിന്റെ അനുഗ്രഹം
നമ്മൾ ഏവർക്കും ഉണ്ടാകട്ടെ. അള്ളാഹു നമ്മുടെ ഒത്തുകൂടലിനെ സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, എല്ലാ കാര്യങ്ങളുടെ അടിസ്ഥാനം നീയത്താണ് അല്ലെ. നീയത്താണ്. നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ തൃപ്തിക്കാണ്, അള്ളാഹുവിന്റെ വജീഹ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്. ഷഹാദത്ത് എന്താണ്, സാക്ഷ്യം വഹിക്കുക എന്നൊക്കെ പറഞ്ഞു. നമ്മൾ എങ്ങനെയാ സാക്ഷ്യം വഹിക്കുക എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. എന്തിനു വേണ്ടി സാക്ഷ്യം വഹിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ജീവിതം കൊണ്ട് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, നല്ലൊരു ഇബാദത്ത് ആബിദാവുക അല്ലെ. തുടർച്ചയായി ഒരു സമയം മാത്രമല്ല, എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന, കീഴൊതുങ്ങുന്ന ഒരു നല്ലൊരു അടിമയാകുക അല്ലെ. ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധം നന്നാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായി പറ്റുന്ന വീഴ്ച അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കലും, അള്ളാഹു ആരാണ്, അള്ളാഹുവിന്റെ ഏകത്വം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിലും അതിലൊക്കെ പറ്റുന്ന വീഴ്ചയാണ് നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്ന അടിത്തറ പൊളിഞ്ഞു പോകുന്ന ഏറ്റവും വലിയ കാര്യം അല്ലെ. അതിലാരും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിന്റെ ഉദാഹരണം, ഇപ്പോ നമ്മൾ ഒരു ഭയങ്കരമായ ഒരു കാട്ടിലൂടെ നമ്മൾ നടക്കുകയാണ്. കൊടും കാടാണ്. അതിനിടയിൽ നമ്മൾ പോകുന്ന വഴിയില് ഒരു ഒരു വലിപ്പമുള്ള വലിയൊരു കൊട്ടാരം, ഭയങ്കരമായ ഒരു കൊട്ടാരം നമ്മൾ കാണുകയാണ് അല്ലെ. നമ്മൾ കാണുന്ന വെച്ചോളെ, നമ്മൾ കാണുമ്പോ നമ്മൾ ആദ്യം ചോദിക്കുക, അല്ലാഹു ഈ കാട്ടിനിടയിൽ ഇത് ആരുടേതാ ഈ കൊട്ടാരം? കണ്ണഞ്ചിപ്പിക്കുന്ന ഭയങ്കര വർണ്ണങ്ങളും ഭയങ്കര സൗകര്യങ്ങളും എല്ലാം ഉള്ള എല്ലാ സംവിധാനങ്ങളും, അത് കണ്ടാൽ നമ്മളിങ്ങനെ അതിശയിപ്പിക്കുന്ന ഒരു കൊട്ടാരമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു രംഗത്തിൽ നമ്മൾ ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നത്, ഇതിന്റെ ഉടമസ്ഥൻ ആര് അല്ലെ. നമ്മൾ പറയൂലേ, ഇത് ആരുടെ കൊട്ടാരമാ? അതിശയം കൊണ്ട് നമ്മൾ ചോദിച്ചു പോകും അല്ലെ. നമ്മളിങ്ങനെ ചുറ്റി നടന്ന് അതെല്ലാം കണ്ട് എന്നിട്ട് ചോദിക്കും, ഇതിവിടെ ആരെയും കാണുന്നില്ലല്ലോ റബ്ബേ, ഇത് ആരുടേതാണ്? നമ്മളിങ്ങനെ അതിശയം കൊണ്ട് നമ്മൾ വല്ലാതെ അത് അന്വേഷിക്കും. ഇതൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. എന്നതുപോലെയാണ് ഈ ഭൂമിയില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളെയും, ഓരോ ആയത്തുകളെയും നമ്മള് കണ്ടുമുട്ടേണ്ടത്, നോക്കേണ്ടത് ഇതേ ചിന്തയോടെയാണ്. ഇത് ആരാ റബ്ബേ, അല്ലെ, ഇത് ആരാ നിർമ്മിച്ചത് അല്ലെ. സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, ഈ കടലാകട്ടെ, ഈ നദിയാകട്ടെ, വെള്ളം, എന്തും ഈ ഭൂമിയിൽ കാണുന്ന ഓരോന്നും നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഓരോന്നും, ഈ ആസ്വാദനങ്ങളൊക്കെ നമ്മൾ ശീലമായി മാറിപ്പോയതിന്റെ അപകടമാണ് നമ്മൾ അള്ളാഹുവിനെ തിരിച്ചറിയാതെ പോകാൻ. നമ്മളെ ഈ ആസ്വാദനം, നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ എന്താക്കി, ശരിക്കും ഒരു ശീലമായി നമുക്ക് മാറിപ്പോയി അല്ലെ. നമുക്ക് കുറവുകൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അള്ളാഹിലേക്ക് തിരിയുക. നമ്മൾ ഈ കാണുന്ന ഓരോന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇതെന്തായിരിക്കും റബ്ബേ? അൽഹംദുലില്ലാ, ഇതെങ്ങനെയാ ഈ കടല്, അല്ല ഇതെന്താ ഈ സൂര്യൻ, ഇതെങ്ങനെയാ ഈ ചന്ദ്രൻ? നമ്മൾ എപ്പോഴെങ്കിലും ഈ കാണുന്ന ഓരോ അത്ഭുതങ്ങളെ പറ്റി നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഖുർആനിൽ പറയുന്നത്. ഖുർആനിലെ ഓരോ ആയത്തുകളും പുറത്തേക്കുള്ള ആയത്തുകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പുറത്തേക്കുള്ള ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ആയത്തുകൾ വരികൾ അല്ലെ, ഖുർആനിലെ ഓരോ സൂക്തങ്ങൾ. ഖുർആനിൽ പുറത്തുള്ള ആയത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ദൃഷ്ടാന്തങ്ങൾ അല്ലെ. അള്ളാഹു കാണിച്ചത്, അള്ളാഹു തന്നിട്ടുള്ള ഓരോ പ്രകൃതിയിലെ ഓരോ ദൃഷ്ടാന്തങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോവുകയാണ്. നമ്മൾ പുറമേക്ക് ചിന്തിക്കുമ്പോൾ, പുറത്തുള്ള ഓരോ ദൃഷ്ടാന്തങ്ങളും നമ്മൾ കണ്ട് അത് മനസ്സിലാക്കുമ്പോൾ, അതിലേക്ക് ചിന്തിക്കുമ്പോൾ എന്താണ്, അത് തിരിച്ച് നമ്മളെ ഖുർആനിലെ ആയത്തുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. ഓരോന്നും അള്ളാഹു റഹ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിന്റെ വിശദീകരണമാണ് സൂറത്ത് റഹ്മാനിലൂടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. മാഷാ അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ. അള്ളാഹു പറഞ്ഞു എന്താ?
ആകാശത്തിൽ നാം എന്താണ് ഉയർത്തപ്പെട്ടിരിക്കുന്നു, അതിൽ നാം തുലാസുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തായി തുലാസ്? സ്വാഭാവികമായിട്ട് തുലാസ് എന്ന് പറയുമ്പോ എന്താണ്? വെയിറ്റ് അല്ലെ, കണക്കാക്കുന്ന അല്ലെങ്കിൽ കറക്റ്റ് ആക്കുന്ന ഒരു സംവിധാനം അല്ലെ, കണക്കാക്കുന്നത്. അപ്പൊ അതെന്താ അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്? അപ്പൊ ഒരു എന്തോ ഒരു പ്രത്യേകത അല്ലെ. അപ്പൊ അതിലൂടെ ആ ആയത്തുകളിലൂടെ വിശദീകരണത്തിന് വരുമ്പോ എന്താണ്? അപ്പൊ നിങ്ങൾ അതിലേക്ക് അതിക്രമം കാണിക്കരുത്, അപ്പൊ നിങ്ങൾ അനീതി കാണിക്കരുത്, ആ സന്തുലന അവസ്ഥ നിങ്ങൾ തകിടം മറിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ എന്താണ് ആകാശത്തില് ആ സന്തുലിതാവസ്ഥ? ആ സന്തുലനാവസ്ഥയ്ക്ക് പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരണങ്ങൾ. ആകാശത്ത് മാത്രമല്ല, ഭൂമിയിലും ഓരോ ജീവവ്യവസ്ഥയിലും ജൈവ വ്യവസ്ഥകളിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തുലിതത്വം വെച്ചിരിക്കുകയാണ്. അതായത് എല്ലാം ഈക്വലായിട്ട്. ഭൂമിയുടെ കണക്ക് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു പേപ്പർ പറക്കാതിരിക്കാൻ അതിന്റെ പുറത്ത് നമ്മളൊരു വെയിറ്റ് എടുത്ത് വെക്കും അല്ലെ. ഒരു പേപ്പർ പറക്കാതിരിക്കാൻ നമ്മൾ അതിന്റെ പുറത്തൊരു വെയിറ്റ് കൊടുക്കാറുണ്ട്. എന്നതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ പുറത്ത് അള്ളാഹു ആണികളാക്കിക്കൊണ്ടല്ലേ, ഭൂമി നമ്മളെ കൊണ്ട് ചരിയാതിരിക്കാനാക്കി എന്ത് വെച്ചിരിക്കുന്നു? മലകളെ സ്ഥാപിച്ചു അല്ലെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ആകാശത്ത് എന്താ സംവിധാനം? നമ്മൾ കാണുന്ന ഓരോ നക്ഷത്രങ്ങൾ അല്ലെ, ഈ നക്ഷത്രങ്ങളൊക്കെ അടർന്ന് വീഴാതിരിക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഭൂമി പോലെ ധാരാളം ഗോളങ്ങൾ അല്ലെ, നക്ഷത്രങ്ങള്, ഈ നമ്മൾ കാണുന്ന ഈ ഓരോ നക്ഷത്രങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ അതിൽ ആകാശത്ത് സെറ്റാക്കി നമ്മൾ കാണുന്നല്ലേ. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കാണുന്ന ഓരോന്നും എത്രയോ കോടി അകലെ 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 നിൽക്കുന്ന നക്ഷത്രങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഭൂമിയിലെ മണൽത്തരികളോളം നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതായത് നക്ഷത്രങ്ങൾ, അതിന്റെ കൂട്ടത്തെയാണ് നമ്മൾ ഗാലക്സി എന്ന് പറയുന്നത്. ആ ഗാലക്സികളാണ് 10,000 കോടി നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. അതുപോലുള്ള അനേകം ഗാലക്സികൾ ചേരുന്നതാണ് ക്ലസ്റ്ററുകൾ എന്ന് വിളിക്കുന്നത്. ഈ ക്ലസ്റ്ററുകൾ കൂടുന്നതിന് സൂപ്പർ ക്ലസ്റ്ററുകൾ എന്ന് വിളിക്കപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായി ഇതെല്ലാം നക്ഷത്രങ്ങളാണ്. അത് ഇപ്പൊ നമ്മൾ പറയണമെങ്കിൽ, അതിപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു വാക്ക്, നമ്മളിപ്പോ പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു എഴുതുന്ന ഒരു വാക്കുകൾ ചേരുമ്പോഴാണ് ഒരു സെന്റൻസ് ആകുന്നത് അല്ലെ. ഒരു സെന്റൻസ് ചേരുമ്പോഴാണ് സെന്റൻസുകൾ ചേരുമ്പോഴാണ് പാരഗ്രാഫ് ഉണ്ടാകുന്നത് അല്ലെ. അതുപോലെ പാരഗ്രാഫുകൾ ചേരുമ്പോഴാണ് ഒരു ബുക്ക് ഉണ്ടാകുന്നത് അല്ലെ. ഓരോ ബുക്കുകൾ ചേരുമ്പോഴാണ്, അങ്ങനെ ബുക്കുകളുടെ ഒരു കൂട്ടമാണ് ലൈബ്രറി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്നതുപോലെ നക്ഷത്രങ്ങൾ ഇങ്ങനെ അതിന്റെ ഒരു കൂട്ടമാണ് ഈ സൂപ്പർ ക്ലസ്റ്ററുകൾ എന്നറിയപ്പെടുന്നത്. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതിന്റെ അകത്തും പുറത്തും ഓരോ ഘർഷണം, അതിന് ഒരു ബലം കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ നക്ഷത്രത്തിന്റെ അകത്തും എന്താണ്? ധാരാളം ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന ഒരു ഊർജ്ജ ഉത്പാദനം അവിടെ നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ അല്ലെ? നമ്മളിതൊന്നും അറിയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെയൊക്കെ വളരെ കൃത്യമായിട്ട് അത് നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അത് അതിൻ്റെതായ ഭ്രമണപഥത്തിൽ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഭൂമിയിലേക്ക് എന്താണ്? ഗുരുത്വാകർഷണ ബലവുമുണ്ട്, അങ്ങോട്ടുള്ളൊരു ബലവുമുണ്ട്, ഇങ്ങോട്ടുള്ളൊരു ബലവുമുണ്ട്. ഇത് രണ്ടും ഈക്വൽ ആവുന്നത് കൊണ്ടാണ് സുബ്ഹാനല്ലാഹ് ഓരോ ഗോളങ്ങളും ഓരോ നക്ഷത്രങ്ങളും അതാതിന്റെ സ്ഥാനത്ത് നിലനിൽക്കുന്നത്. വേറൊന്നും വേണ്ട, നമ്മുടെ ഈ ഭൂമി നിലനിൽക്കുന്ന സ്ഥാനം ഒന്ന് മാറിയാണ് എങ്കിൽ, ഒന്നുകിൽ അത് മുന്നോട്ട് മാറിയിരുന്നു എങ്കിൽ ഈ ഭൂമിയിലെ വെള്ളമെല്ലാം നീരാവിയായി പോകുമായിരുന്നു. ആ ഭൂമി നിൽക്കുന്ന ഒന്ന് പുറകിലോട്ടാണ് എങ്കിൽ അതിന്റെ അവസ്ഥ എന്താവും? ഭൂമിയിലെ ജലമെല്ലാം ഐസായി മാറിപ്പോകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഇതെല്ലാം അതിൻ്റെതായ നിലയിൽ അതിനെ നിലനിർത്തിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമുക്ക് എത്ര അള്ളാഹുവിനെ സ്തുതിച്ചാലും വാഴ്ത്തിയാലും നമ്മൾ കാണുന്നത്, നമ്മൾ വളരെ വിശാലമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു, വലിയ ഭൂമിയാണ് എന്നൊക്കെ നമുക്ക് കരുതും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത് വെറും കടുകുമണിയോളമാണ് അല്ലെ. വളരെ നിസ്സാരമാണ്. കൊതുകിന്റെ ചിറകിനേക്കാൾ നിസ്സാരമാണ് ഈ ദുനിയാവ്.
ഒരു ഈച്ചയുടെ ചിറകിനേക്കാളൊക്കെ നിസ്സാരമാണ് ഈ ദുനിയാവ്. നമ്മൾ വളരെ വലിപ്പത്തോടെ കണ്ടുകൊണ്ടേയിരിക്കുന്നു അല്ലെ. പക്ഷെ അള്ളാഹുവിന്റെ കാരുണ്യത്തിലൂടെ, അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ വീക്ഷിച്ചാൽ അല്ലെ, നമുക്ക് എണ്ണിയാൽ ഒടുങ്ങൂല അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് ഭൂമിയിൽ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന സന്തുലിതാവസ്ഥ ഇതാണ്. അപ്പൊ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരുപാട് വിശദീകരണങ്ങൾ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഭൂമിയിലെ വായുവിന്റെ അളവ്, നൈട്രജനും ഓക്സിജനും എല്ലാം അതിൻ്റെതായ അളവിൽ തന്നിട്ടില്ല എങ്കിൽ ഇവിടെ ഭൂമി കത്തും അല്ലെ, തീയായിരിക്കും. കാരണം ഓക്സിജനൊക്കെ എന്താണ്, കത്തുന്ന വാതകമാണ് അല്ലെ. അപ്പൊ ആ ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ എന്താണ്, അത് നമുക്ക് കഴുത്തില് കയറിട്ട് മുറുക്കിയതുപോലത്തെ അവസ്ഥയായിരിക്കും നമുക്ക്. അപ്പൊ ഇതെല്ലാം വളരെ വളരെ എന്താണ്, കറക്റ്റായിട്ട്, എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെതായ പൊസിഷനിൽ അല്ലെ അതിനെ പരിപാലിച്ചു കൊണ്ടുവന്ന നമ്മുടെ റബ്ബാണ്. നമ്മൾ അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്, ആ സ്തുതി മുഴുവൻ അള്ളാഹുവിനാണ്. കാരണം നമ്മുടേതല്ല ഒന്നും, ഈ ഒന്നും നമ്മുടേതല്ല. ഈ ഭൂമിയിലത് ഒന്നും, എല്ലാം അള്ളാഹു നമുക്ക് വേണ്ടി അള്ളാഹു സെറ്റ് ചെയ്തതാണ് അല്ലെ. അള്ളാഹു നമുക്ക് വേണ്ടി ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു സംവിധാനിച്ചതാണ്. അത് നമുക്ക് തന്ന സ്വാതന്ത്ര്യം മാത്രമാണ് ഈ ഭൂമിയിൽ. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു നോക്കുന്നത്. ഒരാള് എന്താണ്, സമ്പത്തിനെ പിടിച്ചു വെക്കുന്നുണ്ടോ, അതോ നീ അവർക്ക് ഇല്ലാത്തവർക്ക് ആവശ്യക്കാർക്ക് നീ കൊടുക്കുന്നുണ്ടോ, നീ നിന്റെ അറിവ് പിടിച്ചു വെക്കുന്നോ, അതോ നീ മറ്റുള്ളവർക്ക് എത്തിക്കുന്നുണ്ടോ, അള്ളാഹുവിനെ കുറിച്ച് നീ പറയുന്നുണ്ടോ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഓരോ നന്മകൾ അള്ളാഹു തന്ന റിസ്ഖ്. നമ്മുടെ റിസ്ഖ് പൊതുവെ കേൾക്കുമ്പോ ഭക്ഷണം എന്നുള്ള ഇതാണല്ലേ. അങ്ങനെയല്ല, ഉപജീവനം. അത് വസ്ത്രമാകട്ടെ, ആഹാരമാകട്ടെ, ജീവിത സൗകര്യമാകട്ടെ, വീടാകട്ടെ, എന്തും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഉപയോഗത്തിനുള്ള എല്ലാം എന്താണ്, റിസ്ഖാണ് അല്ലെ. അതെല്ലാം നമ്മൾ എങ്ങനെ മറ്റുള്ളവർക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ആ റഹ്മാൻ എന്നുള്ളപ്പോ നമ്മൾ ഓരോ ആയത്തുകളിലൂടെ പോകുമ്പോൾ അർത്ഥം ആ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അനുഗ്രഹങ്ങളെ കണക്കുകൾ പറയണമെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ ഭൂമിയിലെ സസ്യലതാദികൾ പോലും. ഒരു ഉദാഹരണം, നമ്മൾ അഗർ എന്നുള്ളൊരു മരമുണ്ട്. അഗർ കേട്ടിട്ടുണ്ടാവും അല്ലെ. അഗർ എന്ന മരത്തിന് യഥാർത്ഥത്തിൽ ഒരു ഗന്ധവുമില്ല, ഒരു മണവുമില്ല. അതിന്റെ ബോഡിയിൽ, ആ മരത്തിന്റെ തടിയില് ഒരു ഫംഗസ് ഉണ്ടാവും. ആ ഫംഗസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മരം പുറപ്പെടുവിപ്പിക്കുന്ന ഒരു റസിൻ എന്ന ഒരു സ്രവമാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, $1,00,000 വരെ, അല്ലെ കോടി രൂപ വരുന്ന ഊദ് എന്നറിയപ്പെടുന്നു. ഊദ് കേട്ടിട്ടുണ്ടോ എല്ലാരും? കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ എന്താണ്, കോടിക്കണക്കിന് വില വരുന്ന. അപ്പൊ അതെന്താണ്, അള്ളാഹു റഹ്മാനായോണ്ടാണ് നമുക്ക് തന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമുക്ക് ഈ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചത്. പക്ഷെ നമ്മൾ ആ കൊട്ടാരത്തിന് ഉദാഹരണം പറഞ്ഞതുപോലെ നമ്മൾ അതിന്റെ ഉടമസ്ഥനെ നമ്മൾ തിരക്കുന്നില്ല. ആ ഉടമസ്ഥനെ നമ്മൾ അന്വേഷിച്ച് ആ ഉടമസ്ഥന് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ കൊട്ടാരം നോക്കുന്ന, കൊട്ടാരത്തിന്റെ അകത്ത് കയറി നമ്മൾ അതിലുള്ള വിഭവങ്ങളൊക്കെ, അവിടെ നിറയെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതൊക്കെ കഴിക്കുന്നു, ആസ്വദിക്കുന്നു അല്ലെ. അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നമ്മൾ കാണുന്നു. പക്ഷെ ആ കൊട്ടാരത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ് ഈ പറയുന്നത്. നമ്മൾ കാട്ടിലൂടെ പോയി കണ്ടപ്പോ നമ്മൾ ഭയങ്കരമായി അതിശയിച്ചു. കേറുന്നു, കഴിക്കുന്നു, ആസ്വദിക്കുന്നു, രസിക്കുന്നു, എല്ലാമാണ്. പക്ഷെ അതിന്റെ ഉടമസ്ഥൻ ആര്? ആ ഉടമസ്ഥൻ അപ്പൊ എത്ര ഇതായിരിക്കുമെന്ന് ആ ഉടമസ്ഥനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല എന്നതുപോലെയാണ് ഈ ഭൂമി. നമ്മളെല്ലാം ആസ്വദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ ഭൂമിയിലെ 97% വെള്ളവും ഉപ്പാണ്. അറിയുമോ? 3% മാത്രം നമുക്ക് കുടിക്കാനുള്ള വെള്ളമുള്ളത്. അതായത് മറജൽ ബഹ്റൈൻ യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. എന്താ അർത്ഥം? രണ്ട് സമുദ്രങ്ങളെ
കൂട്ടിമുട്ടത്തക്ക വലിയ വിധത്തിൽ വിട്ടവനാണ് അല്ലെ അള്ളാഹു സുബ്ഹാനല്ലാഹ്. എന്താ കാര്യം? എന്നിട്ട് അവൻ അതിനെ ഇടകലരാതെ അതിക്രമിച്ചു കലരാതെ അതിനെ ഒരു മറയോടുകൂടി അതിക്രമിച്ച് കടക്കാതെ അതിനെ നിർത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണം എന്തുകൊണ്ടാ അങ്ങനെ. 97% ഉപ്പാണ്, ബാക്കി 3% ശുദ്ധജലം. ആ ഉപ്പ് വെള്ളം ഇതിലേക്ക് കലർന്നാൽ എന്തായിരിക്കും അവസ്ഥ? കുടിക്കാൻ നമുക്ക് വെള്ളം കിട്ടോ? ശുദ്ധജലം കിട്ടോ? കേൾക്കുന്നുണ്ടോ എല്ലാരും? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ട്, ക്ലിയർ അല്ലെ? ആണ്. ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാവോ ഇത്ര മാത്രം വെള്ളമേ ശുദ്ധജലം നമുക്കുള്ളൂ, ബാക്കി എല്ലാം ഉപ്പുവെള്ളമാണ്. പക്ഷെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കലരാതെ, അല്ലെ, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ആ ഉപ്പ് ഇതിലേക്ക് കലരാതെ അതിനെ ഒരു കാണാത്ത, അല്ലെ, ഒരു മറ കൊടുത്ത്, നമ്മുടെ കണ്ണുകൾക്ക് അത് കാണില്ല, അല്ലെ മാഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. വെള്ളം എവിടെന്നാ നമുക്ക് കിട്ടുക എന്ന് ആലോചിക്കും നിങ്ങള്. ആ വെള്ളത്തെ പിടിച്ചു വെച്ചാൽ, നമ്മൾ എന്നും ഓതാറില്ലേ മുൽക്ക് സൂറത്ത് മുൽക്ക്? അതിലെന്താ നമ്മൾ അവസാനം ഓതുന്നത്? അവസാനത്തെ ആയത്ത് എന്താ? ഈ വെള്ളം قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. ഖുൽ അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, കാണുന്നോ? അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ, നിങ്ങൾക്ക് തരുന്ന ഈ വെള്ളമുണ്ട്, ഉറവ് ജലം പിടിച്ചു വെച്ചാലുണ്ടല്ലോ, ആരുണ്ട് കൊണ്ടുതരാൻ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ന് വരെ വെള്ളത്തെ പറ്റി, ആ അത്ഭുതത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ദാഹിച്ചാൽ ഈ വെള്ളമല്ലാതെ എന്ത് കുടിച്ചാലാണ് നമുക്ക് ദാഹം തീരുക? പറയും. നമ്മൾ വേറെ എന്ത് കുടിച്ചാലും നമുക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യ, അല്ലെ? നമ്മൾ അത്രയ്ക്ക് നമ്മള്, അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ? തീർച്ചയായിട്ടും അല്ലേ? അത് നമുക്ക് അത് കിട്ടാതെ നമ്മൾ അടങ്ങൂല, അല്ലെ? നമുക്ക് എന്താണ് നമ്മൾ പറയും, നമ്മൾ അടങ്ങൂല ആ വെള്ളം ഒന്ന് കുടിച്ചാലല്ലാതെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ എന്താണ് നമ്മൾ അള്ളാഹുവിനെ പറ്റി നമ്മൾ എന്താ ഇങ്ങനെ, നിങ്ങൾ എന്താ ഇങ്ങനെ ആവുന്ന അള്ളാഹ് ചോദിക്കുകയാണ്. ഫൈന തദ്ഹബൂൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദല ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ. അള്ളാഹ് പറയണല്ലേ, നിങ്ങൾ എന്താ പിന്നെ പടച്ചവന്റെ കാരുണ്യത്തെ തൊട്ട് അവന് നിങ്ങൾ എന്താ നിങ്ങൾ വഞ്ചിതരാകുന്നത്? അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചില്ലേ? നിങ്ങൾ ഇത്രയും സുന്ദരമായി നിങ്ങളെ സംവിധാനിച്ചില്ലേ? നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്നില്ലേ? എന്തെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അല്ലെ? ഓരോ സൂറത്തുകളിലൂടെ നിങ്ങളോട് അള്ളാഹു ചോദിക്കുകയാണ്. വേറെ ഒന്നും വേണ്ട. സൂറത്തുർ റഹ്മാനിൽ 31 തവണ ഒരു ആയത്ത് അള്ളാഹു ചോദിക്കുകയാണ്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങൾ അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹങ്ങളാണ് നിങ്ങൾ ഇരു കൂട്ടരും നിങ്ങൾ നിഷേധിക്കുന്നത്? ഏതാ ഈ ഇരു കൂട്ടര്? സസ്യങ്ങളോ പർവ്വതങ്ങളാണോ? ആരോടാണ് അള്ളാഹു ചോദിക്കുന്നത്? മനുഷ്യരോടും ജിന്നുകളോടും, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർ രണ്ടുപേരോട് കൂട്ടരോട് മാത്രമാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അത് മാത്രം ചിന്തിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്, അല്ലെ? നമ്മൾ അള്ളാഹുവിനെ തിരിച്ചറിയാതെ നമ്മൾ ജീവിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ കാരുണ്യത്തെ, അള്ളാഹുവിന്റെ സ്നേഹത്തെ. എന്നിട്ടാണ് അവർ പറയുന്നത്, അള്ളാഹുവിന് സന്താനം ഉണ്ടെന്ന് കൽപ്പിക്കുന്നു, അല്ലെ? ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് വെറുതെ അല്ലേ നമ്മൾ ഇരിക്കുന്നത്, അല്ലെ? പക്ഷെ അള്ളാഹു എന്തുമാത്രം കാരുണ്യവാനാണ്, അല്ലെ? ഉടനടി ശിക്ഷാ നടപടി ഒന്നും എടുക്കാതെ ഈ സന്താനം ഉണ്ടെന്ന് പറയുന്നവരെല്ലാം, അല്ലെ, അള്ളാഹു അങ്ങനെ വെറുതെ ഇങ്ങനെ വിട്ടേക്കാണ് ഭൂമിയിൽ. അവനുള്ളതാണ് ആകാശ ഭൂമി ഉള്ളതെല്ലാം. അല്ലെ? എല്ലാം കീഴൊതുങ്ങിയതാണ്, അവന് വേണ്ടി ഒതുങ്ങി കൊടുക്കുന്നു. പക്ഷെ മനുഷ്യരും ഈ ജിന്നുകളും, അല്ലെ, മനുഷ്യരുമാണ് ഇതെല്ലാം അള്ളാഹുവിന് മീതെ, അല്ലെ, അള്ളാഹുവിന് മേൽ കെട്ടിച്ചമയ്ക്കുന്നത്, അല്ലെ? സന്താനമുണ്ട്, ഭാര്യയുണ്ട്. അലക്കും മുദ്ദക്കർ വൽ ഉൻസ. അള്ളാഹു ചോദിക്കുകയാണ്, സൂറത്ത് നജ്മിൽ പറയുന്ന ആയത്താണ്. നിങ്ങൾക്ക് ആണും എനിക്ക് പെണ്ണുമോ? അള്ളാഹു തമാശയായിട്ട് തന്നെ അത് പറയണല്ലേ. നിങ്ങൾക്ക് ആണ്, എനിക്ക് പെണ്ണ്. കാരണം എന്താ? മലക്കുകളെ അള്ളാഹുവിന്റെ സന്താനമായിട്ട് മക്ക മുശ്രിക്കുകൾ പറയുന്നു.
എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ സന്താനമാണ് മലക്കുകളെന്ന്. ഇത്രയും ഈ ഭൂമിയും ഈ പ്രപഞ്ചം ഒന്നാകെ അല്ലെ അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിച്ച് ഇതെല്ലാം കൊണ്ടുപോകുന്ന റബ്ബിനെ മനുഷ്യരവരുടെ വായുകൾ കൊണ്ടല്ലേ അല്ലെ കെട്ടിച്ചമച്ച് പറയുന്ന ഓരോ വാക്കുകൾ. അള്ളാഹു ചോദിക്കാണ് സൂറത്തുർ റഹ്മാനിലെ ഓരോ വചനത്തിലും നമുക്ക് അർത്ഥങ്ങൾ അറിഞ്ഞുണ്ടല്ലോ, നമുക്ക് സുജൂദിക്കണം കരഞ്ഞുകൊണ്ടല്ലാതെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ സംസാരിക്കുന്നത് അല്ലെ, ഈ നമ്മുടെ ചലനം, നമ്മുടെ കണ്ണ്, ഈ കാഴ്ച, കേൾവി, ഹൃദയം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എഴുതിയാ തീരോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണിക്കണക്കാക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? ആർക്കും കഴിയൂല അല്ലെ. അത് 7 കടലുകൾ കൂടി ചേർന്നാലും അതെല്ലാം മഷിയായാലും ഈ ഭൂമിയിലെ മരങ്ങളെല്ലാം പേനയായാലും ശരി അല്ലെ, ഒന്നും നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എഴുതി തീർക്കാൻ കഴിയൂല. അപ്പൊ അള്ളാഹുവിന്റെ ഗൗരവം, അള്ളാഹുവിനെ കുറിച്ചുള്ള മഹത്വം അള്ളാഹു ആവർത്തിച്ച് പല പല സ്ഥലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സൂറത്തുർ റഹ്മാനിൽ തന്നെയാണ് 31 തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെ. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഓർത്ത് അല്ലെ, അതിനുവേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിനായിക്കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ്. എന്താണോ അള്ളാഹു ഖുർആനിലൂടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അതറിയണം. ദിവസവും നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം, അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അറിയും തോറും നമുക്ക് അള്ളാഹുവിന്റെ വലിപ്പം, അള്ളാഹുവിന്റെ മഹത്വം, സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്, എന്തെല്ലാം നമുക്ക് എന്താണ് ഓരോ ജീവജാലങ്ങൾ എടുത്താലും അതിന്റെ എല്ലാം ഖുദ്റത്തുകൾ അല്ലെ, അൽഹംദുലില്ലാഹ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആ കണ്ണോടുകൂടി കാണണം അല്ലെ. അല്ലാതെ ഒരു യുക്തിവാദി അല്ല, ഒരു അതേയൊന്നും ഇല്ല, ഇതെന്താ അങ്ങനെ, ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ചിന്താഗതി മാത്രമല്ലാതെ ചിലർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. സയന്റിഫിക് ആയിട്ട് മാത്രം അതെന്തുകൊണ്ടാ അതിങ്ങനെ ഉണ്ടായില്ല, അങ്ങനെയാ, അതുകൊണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകുന്നവരുണ്ട് അല്ലെ. അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ചിന്തിക്കണം. ഇതിന്റെ പുറകില് ഒരു സൃഷ്ടാവുണ്ട് അല്ലെ. നമ്മൾ എന്ത് സാധനം കണ്ടാലും നമ്മൾ പറയും ഇതാരാ ഉണ്ടാക്കിയത് അല്ലെ. ഒരു ചിത്രം കാണുന്നു, ഭയങ്കര ഭംഗിയായിട്ടൊരു ചിത്രം വരച്ചു ഒരാള്. അപ്പൊ നമുക്ക് ആ ചിത്രകാരനെ അറിയില്ല, ആ ചിത്രം കണ്ടിട്ട് നമ്മളിങ്ങനെ അതിശയിക്കും, എന്ത് നല്ല ഭംഗി, ഇത് ആരാ വരച്ചത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം അതാണ്, ആരാണ് അല്ലെ. അതിനു പകരം ആ ചിത്രത്തെ മാലയിട്ടിട്ട് അതിനെ ബഹുമാനിച്ചിട്ട് അതിനെ ആദരിച്ചിട്ടിട്ട്, അല്ലെങ്കിൽ ഈ പിക്ചറിന്റെ ഇതെങ്ങനെ, ഇത് ഏത് പെയിന്റ് കൊണ്ടാ വരച്ചത്, അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഭംഗിയും അതിന്റെ പ്രത്യേകതകളും നോക്കിക്കൊണ്ടിരിക്കാതെ, അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അല്ലെ. യഥാർത്ഥത്തിൽ ഇത് ആരാണ് ചെയ്തത്, അവരെ നമ്മൾ ബഹുമാനിക്കുമോ, അവരെ നമ്മൾ ആദരിക്കുമോ, ഈ ഇരിക്കുന്ന ഈ ചിത്രത്തെ നമ്മൾ ബഹുമാനിച്ച് ആദരിച്ച് അതിന്റെ ചോട്ടിലിരിക്കുമോ എന്നതുപോലെയാണ് മനുഷ്യന്മാർ ഈ ഭൂമിയിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. യഥാർത്ഥ രക്ഷിതാവായ അള്ളാഹുവിനെ തിരിച്ചറിയാതെ, അള്ളാഹുവിനെ സ്നേഹിക്കാതെ, അള്ളാഹുവിനെ മനസ്സിലാക്കാതെ അല്ലെ, നമ്മൾ അങ്ങനെ ജീവിക്കുകയാണ്. മനസ്സിലാക്കിക്കോളിൻ, ഇപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഓരോ നമസ്കാരങ്ങളിലൂടെയും നമ്മൾ അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇപ്പോൾ നമുക്ക് ദുനിയാവില് നമ്മുടെ റൂഹ് ഉള്ളപ്പോൾ നമുക്ക് സംസാരിക്കാൻ, നമ്മുടെ ശരീരത്തില് റൂഹുള്ളപ്പോൾ അള്ളാഹുമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ടൈം ധാരാളം അള്ളാഹു തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് സ്കൂളിൽ ഓരോ പീരീഡ് ബെല്ലടിക്കും പോലെ ദിവസത്തിൽ ഓരോ പീരീഡ് അല്ലെ, നമസ്കരിക്കാൻ വേണ്ടി, അതായത് അള്ളാഹുമായിട്ട് സംസാരിക്കാനുള്ള ഓരോ ടൈം. അല്ലാതെ പീരീഡ് അല്ലാതെ നമുക്ക് ഇഷ്ടം പോലെ ഗുഹായും അതുപോലുള്ള സുന്നത്തുകളും ധാരാളം നമുക്ക് അള്ളാഹുമായിട്ട് അല്ലെ മുനാജത്ത് ചെയ്യാനുള്ള ടൈം ധാരാളം ഉണ്ട്. ഓർത്തോളി, ദുനിയാവിൽ മാത്രമാണ് നമുക്ക് അള്ളാഹുമായിട്ട് സംസാരിക്കാനുള്ള ടൈം തരിക. അതേസമയം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, പരലോകത്തെത്തിയാൽ, അല്ലെങ്കിൽ ഖബറിൽ ആവട്ടെ പരലോകത്തിലാവട്ടെ, നമുക്ക് അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അല്ലെ സംസാരിക്കാൻ, പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ നമുക്കൊരു അക്ഷരം ഉരിയാടാൻ കഴിയൂല അല്ലെ. സൂറത്ത് നബഅല് പറയുന്നുണ്ട് അല്ലെ, എന്താണ് ഓർമ്മയുണ്ടായത്?
ആർക്ക് പറയാം? മൊബൈലല്ല, ആയത്തുൽ കുർസിയിൽ പറയണില്ലേ? ആയത്തുൽ കുർസിയിലുണ്ട്. അല്ലാതെ പറയുന്നതാണ് പരമകാർണികന്റെ അനുവാദമില്ലാതെ റബ്ബിസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിതാബ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനും ഇടയിലുള്ളതിന്റെയും രക്ഷിതാവിന്റെ, അതായത് പരമകാരുണികനായുള്ളവന്റെ അല്ലെ, അവനോട് സംസാരിക്കുവാൻ, അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് സാധിക്കുകയില്ല. അല്ലെ, അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ. ടീച്ചർ പറഞ്ഞ പോലെ സുഹൃത്ത് നമ്മുടെ ആയത്തുൽ കുർസിയിലും വരുന്നുണ്ട്. പക്ഷെ ഞാൻ നബയിലതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. അതിവിടെ പറയുന്നുണ്ട്, യൗമ യഖൂമു റൂഹു വൽ മലായികതു സ്വഫ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സ്വവാബ. പരമകാരുണികനായുള്ളവൻ അനുമതി നൽകുകയും ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ വഖാല സ്വവാബ, അവനല്ലാതെ അവർ സംസാരിക്കില്ല. അവർ ആരും തന്നെ സംസാരിക്കില്ല. അപ്പൊ അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ അതും താൻ ശരിയായത് പറയുകയും ചെയ്തുവോ, ഭൂമിയിൽ അവൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട് അല്ലെ അവൻ അള്ളാഹുവിന് വേണ്ടി സംസാരിച്ചുവോ എങ്കിൽ മാത്രമേ നാളെ അള്ളാഹുവിന്റെ അനുമതി നമുക്ക് സംസാരിക്കാനുള്ള അനുമതി കിട്ടും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ് അല്ലെ, അല്ലമഹുൽ ബയാൻ, നമ്മളെ പഠിപ്പിച്ചു ബയാന് വേണ്ടിയിട്ടല്ലേ, ബയാൻ ആശയവിനിമയം നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ എന്തിനായിരിക്കണം? ഏറ്റവും വലിയ സത്യം അല്ലെ, ഏറ്റവും നല്ല വാക്കേതാ? അള്ളാഹുലേക്ക് വിളിക്കുന്നതാണല്ലേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുലേക്ക് വിളിക്കുന്നവന്റെ വാക്കാണ് ഏറ്റവും നല്ല വാക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ നാവ്, നമ്മുടെ ഈ സംസാരം അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, ഖുർആനിലേക്ക് ക്ഷണിക്കുന്ന ഏറ്റവും നല്ല സംസാരത്തിന് ഉടമസ്ഥരാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ സന്താന പരമ്പരകളൊക്കെ ആക്കി തീർക്കട്ടെ. തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടരായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളോടൊപ്പം, അങ്ങനെ പറയാൻ നമുക്കൊന്നും യാതൊരു യോഗ്യതയില്ല അല്ലെ, എന്നാലും നമ്മൾ കൊതിക്കുന്നല്ല, നമ്മൾ പാപികളാണല്ലോ, അറിഞ്ഞോ അറിയാതെ എല്ലാം ഒത്തിരി തെറ്റുകളും പാപങ്ങളും ചെയ്തു പോരാണ്ട്. ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ഖുർആൻ ആസ്വദിച്ച് അല്ലെ, ഖുർആന്റെ അഹ്ലുകാരായി, അള്ളാഹുവിന്റെ അഹ്ലുകാരെന്നാണ് പറയുന്നത് അല്ലെ, കുടുംബക്കാരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും മാറ്റട്ടെ. ഏറ്റവും വലിയ അള്ളാഹുവിന്റെ കാരുണ്യമാണ് നമ്മളെ ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതല്ലേ, പ്രത്യേകിച്ച് മിഷ്കാത്ത് എന്ന ഗ്രൂപ്പിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നും അറിവുകൾ പകർന്ന് നൽകിക്കൊണ്ട് ഇത് മുന്നേറി ഏറ്റവും വലിയ പ്രതിഫലത്തിന് ഉടമസ്ഥരായി നമ്മളെല്ലാവരും അള്ളാഹു നമ്മളെല്ലാവരും ഒരുമിപ്പിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുനിയാവിലും ആഖിറത്തിലും ഇല്ല ബിത്തിആഅ വജ്ഹി റബ്ബിൽ അഅല വലസൗഫ യർദ അല്ലെ, അള്ളാഹുവിന്റെ മുഖമല്ലാതെ, അള്ളാഹുവിന്റെ തൃപ്തി കൊണ്ടല്ലാതെ അല്ലെ ഒന്നും നമുക്കില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആക്കി തീർക്കട്ടെ. എന്നാൽ മാത്രമേ നമുക്ക് തൃപ്തി അടയുള്ളൂ അല്ലെ, എന്നാൽ മാത്രമേ നമുക്ക് അടയുള്ളൂ, തൃപ്തി ആവുകയുള്ളൂ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മത്തെ സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഇൻഷാ അല്ലാഹ് ഇത്രയാണ് ഫാത്തിഹയെ പറ്റി പറഞ്ഞെങ്കിലും കുറച്ച് ബാക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ കാര്യങ്ങള് ഗൗരവം? മനസ്സിലായി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു എന്തെങ്കിലും തെറ്റു വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്നിൽ നിന്നും പിശാചിൽ നിന്നും ആവാം. പറഞ്ഞത് നന്മകളെല്ലാം അള്ളാഹുവിന്റെ പക്കൽ നിന്നുമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. اللهم ارحمنا بالقرآن واجعله لنا إماما ونورا وهدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار
واجعله لنا حجة يا رب العالمين. اللهم أن تجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وجلاء أحزاننا وذهاب همومنا وغمومنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. رب ارحمهما كما ربياني صغيرا. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن عين لا تدمع ومن نفس لا تشبع ومن دعاء لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا واجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين واستغفره إنه هو الغفور الرحيم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم ആരുടെ മീറ്റിംഗ് റെക്കോർഡിംഗ് ഓഫ് ആക്കുക ആരുടെ ടീച്ചർ ഓണാക്കിയെന്ന് എന്താ ടീച്ചറെ? ഞാൻ ടീച്ചറൊന്നുമല്ല, ടീച്ചർ ഇറങ്ങി പോയിക്കണ്. അപ്പൊ ഓഫ് ആക്കുക ടീച്ചർ പോയിരിക്കണല്ലോ. ഹസന ടീച്ചർ പോയോ? സിന ടീച്ചറെ കാണാനല്ല അതിന്. ഇനിയിപ്പോ റെക്കോർഡിംഗ് ആരെങ്കിലും ഓഫ് ആക്കണല്ലോ. അതെ അതെ, നമുക്ക് കഴിയില്ല, എനിക്ക് പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് എനിക്കറിയില്ല. ടീച്ചറെ കാണാൻ ആരും പിന്നെ നിഷ്ഠാപത്തിന് ആരും കയറിയിട്ടില്ല. നിങ്ങൾ മാത്രമേ അതിൽ കയറിയിട്ടില്ല. ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആണോ? ബോറായി പോയോ? ഇല്ല, അൽഹംദുലില്ലാ പരിശുദ്ധ ഖുർആൻ ഞാൻ എപ്പോഴും ഒരു വലിയ ഉണ്ടാവാൻ വേണ്ടി പറയല്ല. അൽഹംദുലില്ലാ ഞാൻ എന്നും ജീവിക്കുന്ന നമ്മുടെ ശരീരം അൽഹംദുലില്ലാ അത് രണ്ടും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിനെ അതെ 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 അതെ, നമ്മുടെ ശരീരം മാത്രം ചിന്തിച്ചാൽ മതി. കാരണം അനുഗ്രഹങ്ങളെ പറ്റി പറയുമ്പോ നമുക്ക് ഒത്തിരി പറയാനുണ്ട്. അതൊന്നും ഒരു ക്ലാസ് കൊണ്ടോ ഒന്നും തീരില്ല. അൽഹംദുലില്ലാ. ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അത് സ്ട്രൈക്കാനുള്ളത് മാത്രമേ പറഞ്ഞോളൂ. നമുക്ക് ഓരോ ആഴ്ചകൾ പോകുന്തോറും നമുക്ക് ഓരോന്നോരോന്നായിട്ട് അൽഹംദുലില്ലാ നമുക്ക് കൊണ്ടുവരാം, ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, നന്നായിട്ട് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ ആരെ ഓഫ് ആക്കും? ആരെങ്കിലും ടീച്ചറിന്റെ നമ്പർക്കൊന്ന് വിളിക്കുവോ? വിളിച്ചാൽ മതിയോ? വിളിച്ചാൽ മതി. ഇത് മീറ്റിംഗ് എന്റെ ആക്കും വേണം, റെക്കോർഡിംഗ് ഓഫ് ആക്കും വേണം. റെക്കോർഡ് ഓഫ് ആക്കണോ? ഉണ്ടല്ലോ റെക്കോർഡ് ചെയ്തിരുന്നത് നസീറയുടെ മക്കളാ തോന്നുന്നു.